ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യൻ ദേശീയ ടീമിന് ഒരു പുതിയ പരിശീലകന് ആവശ്യമാണ്. അതിനുവേണ്ടി ആപ്ലിക്കേഷനുകൾ അവർ സ്വീകരിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ 3 പേരുടെ ഒരു ലിസ്റ്റ് അവർ കണ്ടെത്തുകയും ചെയ്തു. ഇന്ത്യൻ പരിശീലകനായ ഖാലിദ് ജമീൽ, മുൻ ഇന്ത്യൻ പരിശീലകനായിരുന്ന സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ, അതുപോലെ തന്നെ ടർക്കോവിച്ച് എന്നിവരെയായിരുന്നു ഇന്ത്യ കണ്ടെത്തിയിരുന്നത്. ഇപ്പോഴിതാ ഖാലിദ് ജമീലിനെ മുഖ്യ പരിശീലകനായിക്കൊണ്ട് ഇന്ത്യ നിയമിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഓഗസ്റ്റ് 1-ാം തീയതി ഇക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. മനോളോ മാർക്കസിന്റെ പിൻഗാമിയായിക്കൊണ്ട് ഖാലിദ് ജമീലാണ് നല്ലത് എന്ന കാര്യം ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് PTI റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ മറ്റൊരു കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണ്. നിലവിലെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് അനുസരിച്ചുകൊണ്ട് ഖാലിദ് ജമീലാണ് ഏറ്റവും അനുയോജ്യനായ ഒരു പരിശീലകൻ. അഥവാ വിദേശ പരിശീലകരെ നിയമിക്കാനുള്ള ഒരു കപ്പാസിറ്റി നിലവിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇല്ല എന്നുകൂടി PTI റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ഇന്ത്യൻ പരിശീലകനെ കൊണ്ട് ഇപ്പോൾ ടീം തൃപ്തിപ്പെടുന്നത്. അതായത് ഖാലിദ് ജമീലിനേക്കാൾ മികച്ച പ്രൊഫൈലുകൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് മുന്നിൽ വന്നിരുന്നു. പക്ഷേ അതെല്ലാം അവർ റിജക്റ്റ് ചെയ്യുകയാണ്. അതിൻ്റെ കാരണം വേണ്ടത്ര പണമില്ല, അതല്ലെങ്കിൽ സാലറി നൽകാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഓഗസ്റ്റ് 1-ാം തീയതി ഖാലിദ് ജമീലിനെ പുതിയ പരിശീലകനായി കൊണ്ട് ഫെഡറേഷൻ നിയമിക്കും എന്നാണ്, അല്ലെങ്കിൽ പ്രഖ്യാപിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ISL ക്ലബ്ബായ ജംഷഡ്പൂർ FCക്ക് പുതിയ ഒരു പരിശീലകനെ ആവശ്യമായി വരും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.